ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുമ്പ് നമ്മൾ പഠിച്ചത് നോബൽ പ്രൈസ്, ജായിസത്തുൻ നോബൽ അല്ലേ? ഈ യൂണിറ്റിൽ തന്നെ സ്ത്രീകളെ കുറിച്ചിട്ടാണ്. ആദ്യം ദാത്തുൻ നിതാഖൈൻ എന്നുള്ളതും, രണ്ടാമത്തെ ജായിസത്തു നോബൽ. ഇന്നൊരു കവിതയാണ് ഫതാത്തുൽ അസർ. ഫതാത്ത് എന്ന് പറഞ്ഞ യുവതി, വനിത. അൽ അസർ കാലത്തിൻ്റെ യുവതി, കാലത്തിൻ്റെ യുവതി, വനിത എന്നൊക്കെ പറയും. എന്താ കവിതയിൽ പറയുന്നത്? ഫതാത്തുൽ അസീരി ഹയ്യൂഹാ വലിൽ അയ്യാഇദ്ദൂഹാ. ഫതാത്തുൽ അസിരി കാലഘട്ടത്തിലെ യുവതി, ആ യുവതിയെ ഹയ്യൂഹ നിങ്ങൾ വളർത്തുക, വലിൽ അയ്യാഇദ്ദൂഹ ഔന്നത്യത്തിന് വേണ്ടി സജ്ജരാക്കുകയും ചെയ്യുക. ആ യുവതിയെ, അവളെ ഔന്നത്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക? സജ്ജരാക്കുകയും ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് ഓരോ ആശയങ്ങൾ, കവിതയുടെ ഓരോ ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. അത് ഓർഡർ ആക്കണം എന്നാണ് നമ്മളുടെ ആദ്യത്തെ ആക്ടിവിറ്റി. മാഷ് എന്ത് ചെയ്യാം? ഓരോ വരിയുടെയും ആശയങ്ങൾ അതിൻ്റെ താഴെ പറഞ്ഞു തരാം. ഇപ്പോൾ ഫതാത്തുൽ അസ്രി ഹയ്യൂഹ വലിൽ അല്യ അഇദ്ദൂഹ, അതിന് യോജിച്ച ഒരു ആശയമാണെന്ത്? റബ്ബു അൽ ബനാത്തി അലൽ അഖ്ലാഖിൽ ഹസന വദാലിക ത്വരീഖുൻ നജാഇ വൽ ഉലൂവി. റബ്ബു അൽ ബനാത്തി, പെൺകുട്ടികളെ നിങ്ങൾ വളർത്തുക. അല അഖ്ലാഖിൽ ഹസന, എങ്ങനെ? നല്ല സ്വഭാവത്തോടു കൂടെ. വദാലിക, അതാണ് ത്വരീഖുൻ നജാഹി, വിജയത്തിൻ്റെ പാത എന്നുള്ളതും, വൽ ഉലൂവി, ഔന്നത്യത്തിൻ്റെയും വിജയത്തിൻ്റെയും പാത, ത്വരീഖ് അതാണ്. അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികളെ നല്ല സ്വഭാവത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വളർത്തുക. വസൂനൂ മിൻ അമാനതിഹാ വബിൽ അഖ്ലാഖി റബ്ബുഹാ. വസൂനൂ, നിങ്ങൾ സംരക്ഷിക്കുക. മിൻ അമാനതിഹ, അവളുടെ വിശ്വസ്തത, അവളുടെ വിശ്വസ്തത സംരക്ഷിക്കുക. വബിൽ അഖ്ലാഖി റബ്ബുഹ, ഉത്തമ സ്വഭാവത്തിൽ വളർത്തുകയും ചെയ്യുക. നല്ല സ്വഭാവത്തിൽ വളർത്തുകയും ചെയ്യുക. അതിൻ്റെ ആശയം ഏതാണ്? അല്ലിമു അൽ ബനാത്തി ദുറൂസു സിദ്ഖി വൽ അമാനത്തി വൽ ഖുൽഖിൽ ഹസൻ. അല്ലിമു, നിങ്ങൾ പഠിപ്പിക്കുക. അൽ ബനാത്തി, പെൺകുട്ടികളെ. എന്ത് പഠിപ്പിക്കുക? ദുറൂസു സിദ്ഖ്, സത്യത്തിൻ്റെ പാഠം. വൽ അമാനത്ത്, വിശ്വസ്തത. വൽ ഖുൽഖിൽ ഹസന, നല്ല സ്വഭാവം. ഇതൊക്കെ പെൺകുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഒദൻ ഉമ്മുല്ലി അത്ഫാലി വറബ്ബതു ദാരി റാഇഹാ. എന്തിനാ ഇവലൊക്കെ പഠിപ്പിക്കുന്നത്? ഈ പെൺകുട്ടികൾ എന്തിനാ പഠിപ്പിക്കുന്നത്? എന്തിനാ? ഒദൻ, നാളെ. ഉമ്മുല്ലിൽ അത്ഫാലി, ആ പെൺകുട്ടി നാളെ എന്തായി മാറും? കുട്ടികളുടെ ഉമ്മയായി മാറും. വറബ്ബതു ദാരി റാഇഹ, വീടിൻ്റെ അധികാരവും അവൾക്കായിരിക്കും. വീടിൻ്റെ അധികാരവും അവൾക്കായിരിക്കും. ഉത്തരവാദിത്യം, അധികാരമൊക്കെ അവൾക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ല സ്വഭാവം പഠിപ്പിക്കുക, വിശ്വസ്തത പഠിപ്പിക്കുക. അതിൻ്റെ ആശയം ഏതാണ്? സതകൂനുൽ ഫതാതു ഉമ്മുൽ അദ് വഹിയ തുറബ്ബി അത്ഫാലഹ അലാ സീറത്തിൽ ഹസന. സതകൂനു, ശേഷമാകും, അൽ ഫതാത്തു, ആ യുവതി, ഉമ്മുൽ അദ്, നാളെ ഉമ്മയാകും. വഹിയ, അവളായിരിക്കും, തുറബ്ബി അത്ഫാലഹ, കുട്ടികളെ പരിപാലിക്കുക, വളർത്തുക, അലാ സീറത്തിൽ ഹസന, നല്ല ചരിത്രത്തിൽ, നല്ല ചര്യയോടുകൂടെ അവൾ വളർത്തുക.
അടുത്തത് തസൂനുൽ അഹ്ദി ലിസ്സൗജി വതുഅലി മിൻ മആനിഹി. തസൂനുൽ അഹ്ദി ലിസ്സൗജി, അവൾ ഭർത്താവുമായുള്ള കരാർ സംരക്ഷിക്കും. തസൂനു അല്ലഹ്ദ, അഹദ് എന്ന് പറഞ്ഞ കരാർ, കരാർ എന്ത് ചെയ്യും? സംരക്ഷിക്കും. ലിൽസൗജി, ഭർത്താവിൻ്റെ. വതുഅലി മിൻ മആനിഹി, ഭർത്താവിൻ്റെ പ്രാധാന്യം ഉയർത്തുകയും ചെയ്യും. അപ്പോൾ അവൾ ഭർത്താവുമായുള്ള കരാർ സംരക്ഷിക്കുകയും ഭർത്താവിൻ്റെ പ്രാധാന്യം ഉയർത്തുകയും ചെയ്യുന്നു. അതേതാ? البنت صالحة تعرف عن حقوقها للزوج وتعلم فضل أهد الله الذي بينهما. البنت الصالحة, നല്ല പെൺകുട്ടി, തഅരിഫു, അവൾക്ക് മനസ്സിലാകും, അൻ ഹുഖൂഖിഹൽ ലിസ്സൗജി, ഭർത്താവുമായുള്ള അവകാശത്തെ തൊട്ട്, വതഅലമു ഫളല അഹദില്ലാഹി അല്ലദീ ബൈനഹുമാ, വതഅലമു, അവൾക്കറിയും, ഫളല അഹദില്ലാഹി, അല്ലാഹുവിൻ്റെ കരാറിൻ്റെ ശ്രേഷ്ഠത, അല്ലദീ ബൈനഹുമാ, അവർ രണ്ടുപേരുടെയും ഇടയിലുള്ള അല്ലാഹുവിൻ്റെ കരാറിൻ്റെ ശ്രേഷ്ഠത അവൾക്ക് അറിയുകയും ചെയ്യും. وتحفظ من كرامتها بشرع الله في الغيب. എന്താ പറയുന്നേ? وتحفظ من كراماتها, وتحفظ, അവൾ കാത്തു സൂക്ഷിക്കുന്നു, മിൻ കറാമാത്തിഹ, പവിത്രത, പവിത്രത എന്ത് ചെയ്യുന്നു? കാത്തു സൂക്ഷിക്കുന്നു. ബിശർഇല്ലാഹി ഫിൽ ഗൈബി, ബിശർഇല്ലാഹി, അല്ലാഹുവിൻ്റെ ശർഅ് കൊണ്ട്, ഫിൽ ഗൈബി, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ. അപ്പോൾ അവൾ ദൈവ നിയമത്തിൽ, ദൈവത്തിൻ്റെ ആ നിയമത്തിൽ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും പവിത്രത എന്ത് ചെയ്യുന്നു? കാത്തു സൂക്ഷിക്കുന്നു. തഹ്ഫളു, അവൾ കാത്തു സൂക്ഷിക്കുന്നു, മിൻ കറാമാതിഹ, അവളുടെ പവിത്രത, ബിശർഇല്ലാഹി ഫിൽ ഗൈബി, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും അവൾ ദൈവത്തിൻ്റെ ആ വിധി എന്ത് ചെയ്യുന്നു? അവൾ കാത്തു സൂക്ഷിക്കുന്നു. ഏതാണ്ട് البنت صالحة تخاف أحكام الشريعة وتحب زوجها حبا شديدا. البنت صالحة, ആ സ്വാലിഹത്തായ പെൺകുട്ടി, തഖാഫു, അവൾ ഭയപ്പെടുന്നു, അഹ്കാമു ശരിയ, ശരീഅത്തിന്റെ ഹുക്കുമുകൾ, വതുഹിബ്ബു സൗജഹ, തൻ്റെ ഭർത്താവിനെ അവൾ സ്നേഹിക്കുന്നു, ഹുബ്ബൻ ശദീദൻ, ശക്തിയായ സ്നേഹം. لأجل الله ثم العرض تأبى خسلة العيب. لأجل الله, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, സുമ്മൽ ഇർള, പിന്നെ അവളുടെ അഭിമാനത്തിന് വേണ്ടിയും, തഅബാ, വിസമ്മതിക്കും, അകറ്റുന്നതാണ്, ഖസ്ലത്തുൽ ഗൈബി, അവളുടെ മോശമായ സ്വഭാവത്തെ, മോശമായ സ്വഭാവത്തെ അകറ്റുന്നു. ആർക്ക് വേണ്ടി? അഭിമാനത്തിനു വേണ്ടിയും അല്ലാഹുവിനു വേണ്ടിയും. എൻ്റെ ആശയം എന്താണ്? തഈശുൽ ഫതാത്തുൽ കരീമ ലിവജ്ഹില്ലാഹി വതബ്ഉദു അൻ കുല്ലി ശർരിൻ വഈബിൻ. തഈശു, അവൾ ജീവിക്കുന്നു, അൽ ഫതാത്തുൽ കരീമ, ആ മാന്യതയുള്ള, ബഹുമാനമുള്ള ആ യുവതി ജീവിക്കുന്നു, ലിവജ്ഹില്ലാഹി, അല്ലാഹുവിൻ്റെ വജ്ഹ് കൊണ്ട്, വജ്ഹിന് വേണ്ടി, അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, വതബ്ഉദു, വിദൂരത്താവാൻ വേണ്ടി, അൻ കുല്ലി ശർരിൻ വഈബി, എല്ലാ തെറ്റുകളും മോശമായ കാര്യങ്ങൾ തൊട്ട് വിദൂരത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയിട്ടും ആ യുവതി ജീവിക്കുന്നത്. തഹിയ്യതു മാജിദിൻ യർആ ലിബിൻതിൽ ബൈതി മഅനാഹാ. തഹിയ്യത്തുൻ, അഭിവാദ്യം ചെയ്യുന്നു, ആശംസിക്കുന്നു, ആരെ? മാജിദിൻ, മാജിദ്, അള്ളാഹുവിൻ്റെ പേരാണ് മാജിദ് എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ അഭിവാദനം,
എന്തിനാണ് ദൈവത്തിൻ്റെ അഭിവാദനം, ആശംസ? എന്തിനു വേണ്ടിയാണ്? വളർത്തിയതിനു വേണ്ടി. ലിബിൻതിൻ ബൈത്തി, വീട്ടിലെ പെൺകുട്ടിയെ വളർത്തിയതിന് വേണ്ടി. മഅനഹ, മികച്ച സ്വഭാവത്തോടുകൂടെ വീട്ടിലെ പെൺകുട്ടിയെ വളർത്തിയതിന് വേണ്ടി ദൈവത്തിൻ്റെ അഭിവാദ്യങ്ങൾ. വയുഅലി മിൻ മകാനതിഹാ വയദ്ഉല്ലാഹ യർആഹ. അപ്പം അതിന് മുമ്പ് തഹയ്യത്തും മാജിദുൻ യറഹ ലിബിൻതിൽ ബൈത്തി മഅനഹ, അതിൻ്റെ ആശയമാണെന്ത്? ഹനിയൻ ലികുല്ലി റജുലി യുറബ്ബിൽ ബനാത്തി അൽ സഖാഫ. ഹനിയൻ, ആശംസിക്കുന്നു, ലികുല്ലി റജുലിൻ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയും, എല്ലാ പുരുഷനും വേണ്ടിയൊന്നും, എല്ലാ മനുഷ്യനും വേണ്ടിയും ആശംസിക്കുന്നു. യുറബ്ബിൽ ബനാത്തി, പെൺകുട്ടികൾ വളർത്തിയ കാരണം കൊണ്ട്, അല സഖാഫ, സംസ്കാരത്തിൻ്റെ മേൽ, കൾച്ചർ, സംസ്കാരത്തിൻ്റെ മേൽ പെൺകുട്ടിയെ വളർത്തിയ ആ കാരണത്തിന് വേണ്ടി എല്ലാ പുരുഷന്മാർക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും അഭിവാദ്യങ്ങൾ, ആശംസ അറിയിക്കുന്നു എന്നർത്ഥം. വയുഅലി മിൻ മകാനതിഹാ വയദ്ഉല്ലാഹ യർആഹ. വയുഅലി മിൻ മകാനതിഹാ, പെൺകുട്ടിയെ സംരക്ഷിക്കുകയും അവളുടെ പദവി ഉയർത്തുകയും ചെയ്യുക. വയദ്ഉല്ലാഹ യർആഹ, അവളെ സംരക്ഷിക്കാൻ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് മംഗളം, അഭിവാദ്യങ്ങൾ. ഇതിൻ്റെ താഴെ മേലത്തിൻ്റെ അതേ തുടർച്ചയായ വാക്കുകളാണിത്. വയുഅലി മിൻ മകാനതിഹാ വയദ്ഉല്ലാഹ യർആഹ, പെൺകുട്ടിയെ സംരക്ഷിക്കുകയും അവളുടെ പദവി ഉയർത്തുകയും അവളെ സംരക്ഷിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് മംഗളം, അഭിവാദ്യങ്ങൾ, ആശംസ അറിയിക്കുന്നു. അതേതാണത്? അർറജുലുൽ കരീം യുക്രിമു സൗജതുഹു വയദ്ഉ അല്ലാഹ തആല ലിഖൈരിഹാ. അർറജുലുൽ കരീം, ബഹുമാനമുള്ള ആ മനുഷ്യൻ, യുക്രിമു, ബഹുമാനിക്കുന്ന, സൗജതുഹു, തൻ്റെ ഭാര്യയെ, വയദ്ഉ അല്ലാഹ തആല, അല്ലാഹു തആലയോട് ദുആ ചെയ്യുന്നു, ലിഖൈരിഹാ, അവളുടെ ഖൈറിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ കവിത. ആ കവിതയുടെ ആശയം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നേരെ അതിൻ്റെ താഴെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലൊരു ഫസ്റ്റത്തെ ആക്ടിവിറ്റി, നുറാജി അൽ മൻളൂം വനഖ്താറു മിൻ അൽഫാളി തൻതഹി ബിത്തഇൽ മർബൂത. താഴെ കൊടുത്തിരിക്കുന്ന നമ്മൾ കവിത ഉണ്ടല്ലോ, ആ കവിതയിൽ നിന്ന് താഉൽ മർബൂത്ത എന്ന് പറയുന്ന അവസാനിക്കുന്ന ലഫ്ലുകൾ എടുത്തിതാണ്. താ രണ്ട് വിധമുണ്ട്, താൽ ബസൂത്തയുണ്ട്, താൽ മർബൂത്തയുണ്ട്. താൽ ബസൂത്ത എന്ന് പറഞ്ഞാൽ സാധാരണ എഴുതുന്ന ത, അലിഫ് ബാ ത, ആ തായാണ്. അതിനെ പേര് പറയുന്നതാണത് മബ്സൂത്ത എന്ന് പറയുന്നത്. മർബൂത്ത എന്ന് പറഞ്ഞാൽ അവസാനം ഹാത്താഹ് വരുന്നത്, അതിനാണ് എന്ത് പറയുക, മർബൂത്ത എന്ന് പറയുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന 6 ഡാഷുകളുണ്ട് അല്ലേ, 6 പൂരിപ്പിക്കാനാണ്. അപ്പോൾ കവിതയിൽ നോക്കി ഹാത്താ ഉള്ള 6 എഴുതാനാ മർബൂത്ത. താഉൽ മർബൂത്ത നിങ്ങൾ എടുത്ത് എഴുതാനാ. അതിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നല്ല ഫത്താത്ത് ഉണ്ടോ, ഫത്താത്ത് എന്ന് പറഞ്ഞാൽ ആ താ എന്നുള്ളത് മർബൂത്തതായ താ ആണ്, താഉൽ മർബൂത്തയാണ്. അപ്പം അതുപോലെ താ നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് എഴുതുക. പിന്നത്തെ ആക്ടിവിറ്റി, നുൻഷിദുൽ മൻളൂം വനഖ്താറു സത്റൈനി ഹബീബൈനി ലൈന വനക്തുബു. താഴെ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 സ്നേഹമുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വരികൾ നിങ്ങൾ കണ്ടെത്തി അത് നിങ്ങളുടെ എഴുതാനാണ് പറയുന്നത്. ഇനി അടുത്തത്, നുറാജി അൽ മൻളൂം വനഖ്താറു ഔസാഫിൽ ഫതാത്തി സ്വാലിഹ മിൻ തസാരിഹി താലിയ വനക്തുബു. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് അതിൽ നല്ല യുവതിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിൽ അത് ശരിയും, ഇല്ലെങ്കിൽ അത് തെറ്റും. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റോ, ഒരു നല്ല സ്ത്രീകൾക്ക് അത് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല നിങ്ങൾ പറയുക. അത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ഒന്നാമത്തത്, ജമാലുൽ ഫതാത്തി സ്വാലിഹ അൽ അഖ്ലാഖുൽ ഹസന. ജമാലുൽ ഫതാത്തി സ്വാലിഹ,
നല്ല സ്ത്രീയുടെ സൗന്ദര്യം എന്നുള്ളത് അത് അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവമാണ്. അത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. അത് ശരിയാണ് അല്ലേ? നല്ല സ്വഭാവം, നല്ല സ്ത്രീയുടെ സൗന്ദര്യം എന്നുള്ളത് എന്താണ്? നല്ല സ്വഭാവമാണ്. രണ്ടാമത്തത് അൽ ഫതാത്തു സ്വാലിഹത്തു തസുബ്ബുൽ വാലിദൈനി ദായിമൻ. നല്ല സ്ത്രീ എന്ന് പറയുന്നത് തസുബ്ബുൽ, ചീത്ത പറയും, ലിൽ വാലിദൈനി, മാതാപിതാക്കളെ, ദായിമൻ, എന്നും എന്നെന്നും മാതാപിതാക്കളെ ചീത്ത പറയുന്നത് അത് സ്വാലിഹത്തായ ഒരു യുവതിയുടെ ഗുണമാണ്. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുക. അൽ ഫതാത്തു സ്വാലിഹത്തു ലാ തഖൂലു സിദ്ഖ അബദൻ. നല്ല സ്ത്രീ ലാ തഖൂലു, അവൾ പറയുകയില്ല, സിദ്ഖ അബദൻ, ഒരിക്കലും സത്യം പറയുകയില്ല. അൽ ഫതാത്തു സ്വാലിഹ, സ്വാലിഹത്തായ യുവതി, തഈഷു, അവൾ ജീവിക്കുന്നു, ഫീ ളില്ലി ശരീഅ, ശരീഅത്തിന്റെ നിഴലിൽ, ഇസ്ലാമിന്റെ നിഴലിലാണ് അവൾ ജീവിക്കുന്നത്. അൽ ഫതാത്തു സ്വാലിഹ സതകൂനു ഉമ്മൻ സ്വാലിഹത്തൻ അദൻ. ആ സ്വാലിഹത്തായ യുവതി സതകൂനു, ശേഷമാകും, ഉമ്മൻ സ്വാലിഹത്തൻ അദൻ, നാളെ ഒരു സ്വാലിഹത്തായ ഉമ്മയായി മാറും. അൽ ഫതാത്തു സ്വാലിഹ ലാ തുക്രിമു സൗജഹ ഫിൽ ഉസ്റ. ലാ തുക്രിമു, ബഹുമാനിക്കുകയില്ല, സൗജ, തൻ്റെ ഭർത്താവിനെ, ഫിൽ ഉസ്റ, കുടുംബത്തിൽ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുകയില്ല. ഇത് സ്വാലിഹത്തായ പെൺകുട്ടിയുടെ ഗുണമാണോ? അൽ ഫതാത്തു സ്വാലിഹ തഅരിഫു ഹുഖൂഖ അഅളാഇൽ ഉസ്റ. സ്വാലിഹത്തായ പെൺകുട്ടി, തഅരിഫു, അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അവൾക്കറിയും, ഹുഖൂഖുൽ അഅളാഇൽ ഉസ്റ, കുടുംബത്തിലുള്ള മെമ്പേഴ്സിന്റെ അവകാശങ്ങൾ. അൽ ഫതാത്തു സ്വാലിഹ തത്റുകു കുല്ലു ഖബായിസ്. എല്ലാ മോശമായ കാര്യങ്ങളും അവൾ ഉപേക്ഷിക്കും. ആ സ്വാലിഹത്തായ പെൺകുട്ടി ഉപേക്ഷിക്കും. ഇത് ശരിയാണെങ്കിൽ ശരിയെന്നും തെറ്റാണെങ്കിൽ തെറ്റുമെന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുക. ഇനി നഖ്റഉ തർജമത്തു ഷായിർ. ഈ കവിത എഴുതിയതാരാണ്? അഷായിർ മുഹമ്മദ് ദബൽ എന്ന് പറയുന്ന ആളാണ് എഴുതിയത്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അഷായിർ ദക്തൂർ മുഹമ്മദ് ബിൻ സഅദ് ദബൽ, ഡോക്ടർ മുഹമ്മദ് ബിൻ സഅദ് ദബൽ ഉലിദ, അദ്ദേഹം ജനിച്ചു, ബിൽ ഹരീഖ്, ഹരീഖ് എന്ന സ്ഥലത്താണ്, ഫി മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ, സൗദിയയിലെ ഹരീഖ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. എന്ന് സനത 1944 മീലാദിയ, 1944 അദ്ദേഹം ജനിച്ചത്. ദറസ, അദ്ദേഹം പഠിച്ചു, ഫി ജാമിഅത്തി അൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ, മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ എന്ന യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. ഹസല, അദ്ദേഹം കരസ്ഥമാക്കി, അല ദക്തൂറ, ഡോക്ടറേറ്റ് കരസ്ഥമാക്കി, ഫി ബലാഅത്തിൻ വന്നഖദിൻ, ബലാ എന്ന വിഷയത്തിലും വന്നഖദ്, നഖദ് എന്ന വിഷയത്തിലും. ബലാ എന്ന് പറഞ്ഞാൽ അലങ്കാര ശാസ്ത്രജ്ഞ പറയാം, അറബിയിൽ ഒരു വിഷയമാണ് ബലാ എന്നുള്ളത്. വന്നഖദ് എന്ന നിരൂപണം. അപ്പോൾ ബലായിലും നഖദിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. ഖാന ഷായിറൻ, ആ കവിയായിരുന്നു, മുഹാലിറൻ, അധ്യാപകനായിരുന്നു, ബിജാമിയത്തിൽ ഇമാം മുഹമ്മദ് ഇബ്നു സഊദ് അൽ ഇസ്ലാമിയ, അദ്ദേഹം പഠിച്ച ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം അധ്യാപകനായി മാറി. ഒമിൻ ദവാവീൻ ഷഅരിയ, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം ഇതിൻ്റെ പേരാണ് അൽ ഇസ്ലാമിയാത്ത് വ ഖവാത്തിർ ഷായിർ എന്നുള്ളത്. തൂഫി, അദ്ദേഹം തൂഫി ഷായിർ, അഷായിർ മരിച്ചു, വഫാത്തായി, ഫി 13 ജനുവരി 2013. അപ്പം 2013 13-ാം തീയതി 1-ാം മാസം അദ്ദേഹം എന്ത് ചെയ്തു? വഫാത്താവുകയും ചെയ്തു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.